everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തി നമ്മളെ അത്ര പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല, അതിന് പകരം ഒരു ഓപ്ഷൻ ആയിട്ട് മാത്രമാണ് നമ്മളോട് ഇടപഴകുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നമ്മളൊരു ഓപ്ഷൻ മാത്രമാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അത് അവരുടെ ആക്ഷൻസിലൂടെ, അവർ നമ്മളോട് പെരുമാറുന്ന രീതിയിലൂടെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സയൻസ് ഉണ്ട്, അവരുടെ ആക്ഷൻസ് തന്നെയാണ്. സോ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്ന്, ഒരു വ്യക്തി നിങ്ങളെ അത്രയധികം പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കോൺവെർസേഷൻ, അല്ലെങ്കിൽ അതിനുള്ള ഒരു മുൻകൈ എടുക്കുന്നത് നിങ്ങളായിരിക്കും കൂടുതൽ. സോ അവർ നിങ്ങളോട് വന്ന് ചോദിക്കുന്നു, അതായത് നിങ്ങളുടെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും അവരായിട്ട് വന്ന് ചോദിക്കുന്ന ഒരു കാര്യം, ആ ഒരു മുൻകൈ എടുക്കുന്ന ഒരു രീതി കുറവായിരിക്കും. എപ്പോഴും നിങ്ങളായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നിങ്ങൾ എന്തെങ്കിലും കാര്യം അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ കൃത്യമായി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അവർ ഉത്തരം നൽകുന്നുണ്ടായിരിക്കാം. പക്ഷേ അവരായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ അപ്ഡേറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ, ക്യൂരിയോസിറ്റി, ആഗ്രഹം, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നത് കുറവായിരിക്കും. സോ നിങ്ങളായിട്ടായിരിക്കും കൂടുതലായിട്ട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കോൺവെർസേഷൻസിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. മാത്രമല്ല നിങ്ങളായിരിക്കും അവരോട് കൂടുതലായിട്ട് മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ അവരെ കോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ മീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം, കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും. മാത്രമല്ല അതിൻ്റെ മുൻകൈ എടുക്കുന്നതും, അതിൻ്റെ പ്ലാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നതിനുള്ള ഒരു എഫേർട്ട് ആണെങ്കിലും കൂടുതലായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കും വരുന്നുണ്ടായിരിക്കുക. സോ ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് ഇതാണ്, യു ആൾവേസ് ഇനീഷ്യേറ്റ് കോണ്ടാക്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. അതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ഗൈഡൻസിന് വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് വരുന്നത് എപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പ്ലാൻസ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളെ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം എന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്റൻഷനോ അവരുടെ ആക്ഷൻസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഒരു പക്ഷേ അവരെന്തെങ്കിലും കാര്യം അവരുടെ ലൈഫിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളും അതിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടായിരിക്കില്ല. ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതിന് ശേഷമായിരിക്കാം നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പങ്കെടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്ന സമയത്ത് നിങ്ങളെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ഇന്റൻഷൻ അത് കോൺഷ്യസ് ആയി അവരുടെ ഭാഗത്തൊന്നും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സൈൻ. ഇനി മൂന്നാമത്തെ ഒരു സൈനാണ് യുവർ നീഡ്സ് ആൾവേസ് ഇഗ്നോർഡ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് കൂടുതലായി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അവരുടെ ആക്ഷൻസിലൂടെ, അവരുടെ ബിഹേവിയറിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടിന്യൂസ് ആയി അവഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനർത്ഥം അവരുടെ ലൈഫിൽ നിങ്ങളൊരു ഓപ്ഷൻ മാത്രമാണ്, അതല്ലാതെ ഏറ്റവും അധികം പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ അവർ നിങ്ങളെ കാര്യമായി പരിഗണിക്കുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുന്ന സമയത്ത് അതിനെന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുക, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്കത് ചെയ്യാൻ സാധിക്കാതെ വരിക, അല്ലെങ്കിൽ അത് മറന്നു പോവുക, ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നിങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അതൊന്നും അത്ര സീരിയസ് ആയി അവരുടെ ലൈഫിൽ അവർ പരിഗണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവരുടെ ലൈഫിൽ നിങ്ങളൊരു ഓപ്ഷൻ മാത്രമാണ്, പ്രയോറിറ്റി അല്ല എന്നുള്ളത്. ഫൈനലി, യു ആൾവേസ് ഫീൽ അണ്ടർ വാല്യൂഡ്. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രേ, അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വാല്യൂ നിങ്ങൾക്ക് ആ വ്യക്തിയോടൊപ്പമുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ റെസ്പെക്ട് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവഗണിക്കപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ കണ്ടിന്യൂസ് ആയി നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കില്ല.
അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ എല്ലാ പ്ലാൻസും ഒരു ലാസ്റ്റ് മിനിറ്റ് പ്ലാൻസ് ആയിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ അത്ര നിർബന്ധമൊന്നുമില്ല എന്ന ആറ്റിറ്റ്യൂഡിലായിരിക്കും പല കാര്യങ്ങളിലും നിങ്ങളോടുള്ള ഒരു മനോഭാവം. ഇത്തരത്തിൽ ഒരുപാട് രീതിയിലായിരിക്കാം വാല്യൂ കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. സോ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു വാല്യൂ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളൊരു ഓപ്ഷൻ മാത്രമാണ്, അതല്ലാതെ അവർ അത്രയധികം പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല എന്നുള്ളത്. സോ ഓപ്ഷൻ ആയിട്ടാണ് നമ്മളൊരു വ്യക്തി കണക്കാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 4 സൈൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്ത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്